അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൗണ്ട് ഓഡിബിൾ ആണോ? ക്ലിയർ ആണ്. സൗണ്ടും ക്ലിയർ ആണ്, സ്ക്രീനും ഓക്കെയാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ പ്രിയപ്പെട്ട റസ്ല ടീച്ചർ, KMയുടെ ഭാരവാഹികളെ, അതിലുപരി എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയങ്കരായ അറബി ഭാഷ പഠിതാക്കളെ, സ്നേഹികളെ, നമ്മുടെ PSC എക്സാം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഈ അവസാന സമയത്തും നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ അവസരം ഒരുക്കിയ KMക്ക് ആദ്യമായി തുടക്കത്തിൽ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇതേ സമയം ഏപ്രിൽ മാസത്തിലൊക്കെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ പഠിതാക്കളുമായിട്ട് സംവദിക്കാൻ യൂട്യൂബ് വഴി അവസരം കിട്ടിയിരുന്നു. അതാണ് ആ ചാനലിനെ കുറിച്ച് ഇവിടെ ടീച്ചർ പറഞ്ഞത്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അസ്റുൽ അമവി എന്നൊരു ചെറിയ പോർഷനാണ് ഇൻഷാ അല്ലാഹ് എടുക്കുന്നത്. നിങ്ങളെ ടൈമിന് വലിയ വാല്യൂ ഉണ്ട്. നമുക്ക് ഇന്ന് ഒരു 12 ആളുകളെ വിശദമായിട്ട് പഠിക്കാനുണ്ട്, 12 ആളുകളെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം വളരെ കുറവാണ്. ഞാൻ പൊതുവെ ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നീട്ടാറില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് 1 മണിക്കൂർ 8:30 തന്നെ ഇത് അവസാനിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം വിശദീകരണം ഇന്ന് പറയില്ല, കാരണം കുറെ ആളുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക. ഇതിനുശേഷം നിങ്ങൾക്ക് PDF നൽകുന്നതാണ്. അതേപോലെ ഇന്ന് കൂടുതൽ വിശദീകരണവും അർത്ഥങ്ങളും പറഞ്ഞ് ഞാൻ ടൈം കളയില്ല. പ്രത്യേകം പറയാം, പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ഒറ്റ ഉദ്ദേശമേ നമുക്കുള്ളൂ. നമ്മൾ എവിടെ എത്തിയോ, റസ്ല ടീച്ചർ ഇന്ന് PSC വഴി ജോലിയിൽ കയറിയ ആളാണ്. ഈ സംസാരിക്കുന്ന ജംഷാദ് ഇന്ന് വയനാട് ജില്ലയിൽ ജോലിയിൽ കയറിയിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്, ഞങ്ങൾ ഈ എത്തിയത് ആ ഒരു സ്ഥാനത്ത് അതിലുപരിയായിട്ട് അതിനേക്കാൾ ഉയർന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ എത്തണം എന്ന ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ സ്നേഹമൊക്കെ നേടാനും സാധിക്കണം എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കുക. ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം, അതിനും കൂടെ നിങ്ങൾ വാല്യൂ കൊടുത്തുകൊണ്ട് അത് ആലോചിച്ചുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. 1-2 ഞാൻ തുടക്കത്തില് ആദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ 1-2 ടിപ്സുകൾ, 1-2 കാര്യങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാണ്. നിങ്ങൾ നിർബന്ധമായും PSCയുടെ മുഴുവൻ ഏരിയകളും കവർ ചെയ്യണം. ഒറ്റ ഏരിയയിൽ ഒതുങ്ങി നിൽക്കരുത്. അദബിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, നഹ്വിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നമ്മുടെ ടേസ്റ്റ് ചിലപ്പോൾ ഒരു ഏരിയ മാത്രമായിരിക്കും, എന്നാൽ മുഴുവൻ കവർ ചെയ്യുക. ഒരിക്കലും ഡീപ്പായിട്ട് നിങ്ങൾ പോവരുത്, നിങ്ങൾക്ക് മടുപ്പ് വരും. PSCയുടെ ലെവലിൽ മാത്രമേ നിൽക്കാവൂ. വീണ്ടും ആവർത്തിക്കാനുള്ളത്, ഹാർഡ് വർക്ക് അല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത്, സ്മാർട്ട് വർക്കാണ്. ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന ഒരു വഴിയാണ് സിലബസിന്റെ കൂടെ PYQ കൂടെ ഡിസ്കസ് ചെയ്ത് പോകണം എന്നുള്ളത്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ആ ഒരു സ്ട്രാറ്റജി വെക്കണം. സിലബസ് പ്ലസ് PYQ എന്നുള്ള ആ സ്ട്രാറ്റജി. 10-12 ചോദ്യ പേപ്പറുകളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. ആ 12 ചോദ്യ പേപ്പറുകളും കീറി മുറിച്ച് പഠിച്ച് അടുത്ത ലെവലിൽ എങ്ങനെയാണ് PSCയുടെ ആളുകൾ ചോദ്യം ഇടുക എന്ന് മനസ്സിൽ കണ്ട് പ്രഡിക്റ്റ് ചെയ്ത് വേണം നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി. നോട്ട് നിർബന്ധമായിട്ടും എല്ലാവരും എഴുതിയിരിക്കണം. PDF ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പഠിച്ചാൽ പോരാ, നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു നോട്ട് ഉണ്ടായിരിക്കണം, അതിൽ നോട്ട് എഴുതിയിരിക്കണം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് നോട്ട് എഴുതുക എന്നുള്ളത്. എന്ത് കാര്യവും ജസ്റ്റ് സിമ്പിൾ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കും. എപ്പോഴും നോട്ട് എഴുതും, എന്ത് വിഷയത്തിൽ നോട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ നോട്ട് എഴുതുന്നതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, ഇത് നമ്മളൊരു പേന കൊണ്ട് ഒരു പേപ്പറിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലയിൽ അതിങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് പോലെയാണ്. നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഇത് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ, എത്രാമത്തെ പേജിലാണോ, അവിടെയാണോ ഇവിടെയാണോ താഴെയാണോ മുകളിലാണോ എന്നിങ്ങനെ നമുക്കതിങ്ങനെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ എഴുതുക എന്ന് പറഞ്ഞാൽ അത് തലയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും റിവിഷൻ നല്ലോണം
എപ്പോഴും വേണം. എന്നാൽ മാത്രമേ അത് മനസ്സിലുണ്ടാവുള്ളൂ പഠിച്ച കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് അസ്റുൽ അമവിയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റ് ടോപ്പിക്കുകളെ അപേക്ഷിച്ച് അസ്റുൽ അമവി കുറച്ച് തോനെ ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസിലൊക്കെ പിന്നെ ഒരുപാടൊന്നും കാണില്ല. ഇപ്പൊ ഇൻഡോ അറബൊക്കെ നമുക്ക് 10-12 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ അമവിയിൽ നിന്ന് നമുക്കൊരു 2, 3, 4 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. ഉള്ളതുപോലെ പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് അമവിയിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ എണ്ണവും അതിന്റെ ഒരു പേരുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, HSA 2023 2 ചോദ്യം മാത്രമേ വന്നിട്ടുള്ളൂ. LP 2023 2 ചോദ്യം, LP 2021 2 ചോദ്യം, UP 2021 പിന്നെ ഒരു 3 ചോദ്യം, HSA 2021 പിന്നെ ഒരു ചോദ്യം മാത്രമേ അമവിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. എന്നാലും എല്ലാ വർഷവും ചോദ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെ കൺഫേം ആണ്. അതുകൊണ്ട് ചോദ്യം ഉണ്ടാകും. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ നിന്നുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് മുൻപ് നടന്ന ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇങ്ങനെയാണ് ഇവര് ചോദിച്ചത്, അതുകൊണ്ട് പിന്നെ ഇനി വരുന്ന 2025 LPക്ക് എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചവും പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞുള്ള ചോദ്യ പേപ്പറുകൾ അത് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാൻ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അമവി കാലഘട്ടം, അൽ അസ്റുൽ അമവി എന്നുള്ള ഈ ഒരു കാലഘട്ടത്തെ നമ്മൾക്ക് അതിലെ അദബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ 4 ആക്കി തരംതിരിക്കുകയാണ്. ഷുഅറാഉൽ ഗസൽ, ഗസലിന്റെ കവികൾ, അത് ഒരു ഏരിയയാണ്. അതിൽ നമ്മൾക്ക് 4 പ്രധാനപ്പെട്ട കവികളെ നമ്മൾക്ക് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഷുഅറാഉൻ നഖായിലിന്റെ കവികൾ, അതിൽ നമുക്ക് 3 ആളുകളെയാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം അൽ ഖുതബാ, പ്രഭാഷകർ, അമവി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രഭാഷകർ 4 പേരുണ്ട്. റസായിൽ നമുക്ക് ഒരാളെയാണ് നോക്കാനുള്ളത്. അങ്ങനെ അമവി കാലഘട്ടത്തിൽ നമ്മൾക്ക് 12 ആളുകളെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്റെ കൂടെ കൃത്യമായിട്ട് ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സൗണ്ട് ക്ലിയർ ആണോ? കാരണം ഈ റൂമിൽ നന്നായിട്ട് എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. സൗണ്ട് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എക്കോന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, എക്കോന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചാറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ പിന്നെ 2 അക്കൗണ്ടിൽ നിന്ന് ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ ലാപ്പിൽ നിന്നാണ്, അതിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. വേറെ ഒന്ന് ഫോണിൽ നിന്നും തുറന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സ്ക്രീൻ അതിൽ വരുന്നുണ്ടോ, എന്റെ വോയിസ് അതിൽ കേൾക്കുന്നുണ്ടോ, അങ്ങനത്തതൊക്കെ കൃത്യമായിട്ട് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് 2 ഡിവൈസ് തുറന്നു വെച്ചിട്ട് പിന്നെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാവരും പിന്നെ ശ്രദ്ധയോടെ കൂടെ ഉണ്ടാവണം. ഷുഅറാഉൽ ഗസൽ, ഗസലിന്റെ കവികളെ പറയുമ്പോൾ 4 ആളുകളാണുള്ളത്. ഉമർ ഇബ്നു അബീ റബീഅ, ജമീൽ ഹുസൈന, പിന്നെ ഖൈസ് ഇബ്നു മുലവ്വഹ്, ഖൈസ് ഇബ്നു ദുറൈഹ്. അതിൽ തന്നെ പിന്നെ ഒരു 100% ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഉമർ ഇബ്നു അബീ റബീഅയാണ് കൂടുതൽ ചോദ്യങ്ങളിൽ വരാൻ സാധ്യതയുള്ളത്. പിന്നെ ജമീൽ ഹുസൈന ചിലപ്പോൾ ചോദിക്കും. ഖൈസ് ഇബ്നു മുലവ്വഹും ഖൈസ് ഇബ്നു ദുറൈഹും ചോദിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. എന്നാലും നമ്മൾ ഒരു ശ്രദ്ധക്ക് വേണ്ടിയിട്ട് ഇൻ കേസ് ചോദിച്ചാലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് പഠിക്കുന്നത്. കുറച്ച് കാര്യം മാത്രമാണ് ഖൈസ് ഇബ്നു മുലവ്വഹും ഖൈസ് ഇബ്നു ദുറൈഹും നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഗസലിന്റെ കവികൾ എന്ന് പറയുമ്പോൾ അതിന് കാര്യമായിട്ട് നമ്മൾക്ക് അറിയാലോ, ഗസൽ എന്ന് പറയുമ്പോൾ പിന്നെ കൂടുതലും പിന്നെ സ്ത്രീ വർണ്ണനയും ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് വരിക. അപ്പൊ ഗസലിന്റെ കവികൾ എന്ന് പറയുമ്പോൾ അതിന് കാര്യമായിട്ട് ഇവരുടെ കാമുകിമാര്, അവരുമായി ബന്ധപ്പെട്ട ജീവിതം, ആ ഒരു പ്രണയം എന്നുള്ള ആ ഒരു പിന്നെ കോൺസെപ്റ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ പോവുക. ചില ആളുകളുടെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താ ഈ സാർ ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ എന്തിനാ അവിടെ പഠിക്കുന്നത്, അതൊരു അറബിക് ക്ലാസ്സിൽ ഇതൊക്കെയാണ് പഠിക്കുന്നത് എന്ന ഒരു ചിന്ത ചിലപ്പോൾ പലർക്കും തോന്നിപ്പോകും. പക്ഷെ ഇത് എന്റെ ഇഷ്ടത്തിനല്ല ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹസൻ സയ്യാത്തും ഹന്ന ഫാഹൂരി എന്താണോ പറയുന്നത് അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു കൺസേൺ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഉമർ ഇബ്നു അബീ റബീഅയിലേക്ക് പോവുകയാണ്. ഉമർ ഇബ്നു അബീ റബീഅയെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ ആ ഒരു കൺസേണിൽ നിന്ന് ഞാൻ വരാം. ഉമർ ഇബ്നു അബീ റബീഅ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങേയറ്റം
കുറ്റം പറഞ്ഞ് പിന്നെ അങ്ങേയറ്റം ഒരു തെമ്മാടിത്തരം ജീവിതത്തിൽ കാണിച്ചു വെച്ച കുറെ ചരിത്രങ്ങളാണ് ഉമർ ഇബ്നു അബീ റബിയക്ക് ഉള്ളത്. അദ്ദേഹത്തെ പറ്റി ഹസനുൽ ബസരി പറഞ്ഞു വെക്കുന്നതാണ്, അയ്യു ഹഖിൻ റുഫിയ വ അയ്യു ബാതിലിൻ വുളിയ. ഉമർ ഇബ്നു അബീ റബിയ ആ ഒരു ജനിച്ച ആ ദിവസമാണ് ഉമറുൽ ഫാറൂഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയത്. പിന്നെ അപ്പൊ ഏറ്റവും നല്ലൊരു മനുഷ്യനെ അള്ളാഹു ഇവിടുന്ന് എടുത്തു. അന്നേ ദിവസം ഏറ്റവും ബാത്തിലായ ഒരുത്തനെ ഇവിടെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു എന്നൊരു കൗലുണ്ട്. വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. നോക്കാം നമുക്ക്. ഉമർ ഇബ്നു അബീ റബിയ ഹിജ്റ 23 ജനിക്കുന്നത്. ഹിജ്റ 93 അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. അബൂ ഹിതാബ് ഉമർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബീ റബിയ അൽ മഖ്സൂമി അൽ ഖുറൈശി. അദ്ദേഹം ഖുറൈശിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ് പറഞ്ഞത്. ഈ മുഴുവൻ പേരൊന്നും ആവശ്യമില്ല. അദ്ദേഹം ജനിക്കുന്നത് മക്കയിലാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ ഖുറൈശിയാണ്, ഉമ്മ യമനിയാണ്. ഇവിടെ മക്കയിലാണെന്നാണ് ഭൂരിഭാഗം അഭിപ്രായം. പക്ഷേ ഒരു ഒറ്റ കിതാബിൽ മദീനയിലാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് നോട്ട് ചെയ്യുക. ഇനി നോക്ക് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയങ്കരനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നീതിയുടെ പര്യായം. അദ്ദേഹം മരണപ്പെട്ടു പോയ ആ ഒരു രാത്രിയിലാണ് പിന്നെ ഉമർ ഇബ്നു അബീ റബിയ ജനിച്ചത്. ഉമർ ഇബ്നു അബീ റബിയയുടെ ജീവചരിത്രം പറയുമ്പോൾ അതിൽ 3 ഉമറുകളാണ് നമ്മൾക്ക് ഓർത്ത് വെക്കേണ്ടത്. 1 ഉമർ ഇബ്നു അബീ റബിയ, 2 ഉമർ ഇബ്നു ഖത്താബ്, 3 ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഈ 3 ആളുകളെയും ഈ ഒരു ജീവചരിത്രത്തില് ഈ 3 പേരുകൾ, ഈ 3 ഉമറുകളാണ് ഈ ജീവചരിത്രത്തിൽ പല സ്ഥലത്ത് വരുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ഹസനുൽ ബസരി പറഞ്ഞ ഡയലോഗാണ്, അയ്യുഹഖിൻ റുഫിയ. ഏതൊരു സത്യത്തെയാണോ ഇവിടുന്ന് പടച്ചോൻ കൊണ്ടുപോയത്, അതിന് പിന്നെ ആ രാത്രിയിൽ ഇവിടെ ജനിച്ചത്, ഇവിടെ വെച്ചത് ആരെയാണ്? ഉമർ ഇബ്നു അബീ റബിയയാണ്. അപ്പൊ ഒരു ഹക്ക് ഇവിടുന്ന് പോവുകയും ചെയ്തു, ഒരു ബാത്തിൽ ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇതാരാണ് പറഞ്ഞത് എന്നൊരു ചോദ്യം ഒരിക്കലും ഒരു കേട്ടത്തിന് ചോദിച്ചിരുന്നു. ഹസനുൽ ബസരിയാണ് അതിന്റെ ഉത്തരം. ഇനി നോക്കാം നമുക്ക്. അദ്ദേഹത്തിന്റെ ലഖബുകൾ കുറെ ഉണ്ട്. ഇമാമു ഷുഅറാഉൽ ഗസൽ, ഗസലിന്റെ നേതാവാണ്. ഷാഇറുൽ മർഅ, ഷാഇറുൽ ഗസൽ, അൽ ആഷിഖ്, അൽ മുഗീരി, ഇങ്ങനെ കുറെ പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ഖലീഫത്തുൽ മഖ്തൂൽ, ഇതില് സയ്യിദുൽ അഷീറ, ഇതില് ഷാഇറുൽ ഗസൽ, ഗസലിന്റെ കവി എന്നൊരു പട്ടം കിട്ടിയത് അദ്ദേഹത്തിനാണ്. അൽ ആഷിഖ്, കാമുകൻ എന്നൊരു പേരും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ കുനിയത്തുകൾ നോക്കാം. അബുൽ ഖിതാബ്, അബുൽ ബഷർ, അബു ഹിഫ്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പിന്നെ ഓമന പേരുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഉമറുകളാണ് ഇവിടെ ഉള്ളത്. ഉമർ ഇബ്നു അബീ റബിയ, ഉമർ ഇബ്നു ഖത്താബ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസുമായിട്ട് ഉമർ ഇബ്നു അബീ റബിയക്ക് എന്ത് ബന്ധമാണുള്ളത്? നഫാഹു, അദ്ദേഹത്തെ നാട് കടത്തി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പിന്നെ പ്രസിദ്ധനായ ഒരു ഖലീഫയാണ്. അമവി കാലഘട്ടത്തിലെ നല്ല ഒരു നീതിമാനായ ഒരു ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭരണവും. അപ്പൊ ഈ ഉമർ ഇബ്നു അബീ റബിയയെ സഹിക്കവയ്യാതെ ദഹ്ലക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തുകയാണ്. ദഹ്ലക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൈന ബഹ്റൽ അഹ്മർ, ചെങ്കടലിന്റെയും യമനിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദഹ്ലക്കിലേക്കാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരെ നാട് കടത്തിയത്? ഉമർ ഇബ്നു അബീ റബിയയെ നാട് കടത്തിയിട്ടുള്ളത്. എന്തിനാ നാട് കടത്തി? അദ്ദേഹത്തിന്റെ തെമ്മാടിത്തരം കാരണമാണ്, സഹിക്കവയ്യാണ്ടാണ് നാട് കടത്തുന്നത്. അത് ഞാൻ പറയാം എന്താണ് സംഭവം എന്നുള്ളത്. ഖാലലഹു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ചോദിക്കുന്നുണ്ട്, മാ യംനഉക മിൻ മദ്ഹിന, എന്താ ഞങ്ങൾ ആണുങ്ങളെ ഒന്നും നീ മദ്ഹ് ചെയ്യാത്തത്? അപ്പൊ എന്താ പറയുന്നത്? ഇന്നി ലാ അംദഹു റിജാൽ വ ഇന്നമാ അംദഹു നിസാ, ഞാൻ ആണുങ്ങളൊന്നും മദ്ഹ് ചെയ്യട്ടോ, ഞാൻ സ്ത്രീകളെ മാത്രമേ മദ്ഹ് ചെയ്യുള്ളൂ എന്ന് തിരിച്ചു മറുപടി കൊടുത്തു. ഇനി ഷാഇർ അല്ലദീ കാന യഫ്ഹമു മൂസബുൽ ഹജ്ജ്, ഹജ്ജിന്റെ സീസൺ എത്തിയാൽ ഇയാൾക്ക് പ്രത്യേകം മനസ്സിലാവും. ഹജ്ജിന്റെ സീസൺ വന്നു കഴിഞ്ഞാൽ ഇയാള് കറക്റ്റ് ആയിട്ട് പിന്നെ കാബന്റെ അടുത്ത് പോയിരിക്കും. നമുക്ക് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നൊരു കാര്യമാണ്. കാരണം പിന്നെ ഉമർ ഇബ്നു അബീ റബിയയുടെ പിന്നെ ഗസല് സഹിക്കവയ്യാണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ മുഖം മറച്ച് ജീവിക്കാൻ തുടങ്ങി. കാരണം ഇയാൾ ഏത് സ്ത്രീനെ കാണുമ്പോഴും ഇയാൾക്കൊരു സിൻസിയാരിറ്റി ഇല്ല. ഏത് സ്ത്രീയെ കണ്ടാലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഗസല് നടത്തുന്നു.
പിന്നെ അറബിയിൽ കവിതകൾ പാടുന്നു, ഗസൽ നടത്തുന്നു. അവസാനം പെൺകുട്ടികളൊക്കെ മുഖം മറച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇദ്ദേഹം ഹജ്ജിന് പോയിട്ട് അവിടെ പോയി നിൽക്കും. എന്തിനാ? ഹജ്ജ് ചെയ്യുന്ന സമയത്ത് പിന്നെ മുഖം മറക്കാൻ പാടില്ലല്ലോ, ഹജ്ജിന്റെ ഇഹ്റാമിൽ കയറി കഴിഞ്ഞാൽ. അപ്പൊ ഇദ്ദേഹം കാബയുടെ മുമ്പിൽ പോയിരിക്കും ഇവരുടെ മുഖം കാണാൻ വേണ്ടിയിട്ട്. അത്രത്തോളം തെമ്മാടിത്തരം ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ധൈര്യമായിട്ട് ഇദ്ദേഹത്തെ നാട് കടത്തിയത്. കുറെ ഭരണാധികാരികള് ഉമർ ഇബ്നു അബീ റബിയെ തൊടാൻ പിന്നെ ഭയന്ന ആളുകളാണ്. പക്ഷെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കൃത്യമായിട്ട് അദ്ദേഹത്തെ അവിടുന്ന് പിന്നെ എന്ത് ചെയ്യുന്നു, തേച്ചൊട്ടിക്കുകയാണ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഇതുവരെ ഇദ്ദേഹത്തെ പറ്റി ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിൻവലിക്കുകയാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, തൗബ ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം തൗബ ചെയ്യുന്നു, റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങുകയാണ്. എന്നിട്ടോ അദ്ദേഹം ഒരു നേർച്ച, അദ്ദേഹത്തിന്റെ വയസ്സാം കാലത്ത് അദ്ദേഹം ഒരു നേർച്ച നടത്തിയിട്ടുണ്ട്. എന്താ? ലികുല്ലി ബൈത്തി, ഞാൻ ഇനി ഒരു വരി പാടിയാൽ, ഒറ്റ വരി ഞാൻ ഇനി പാടിയാൽ ആ വരിക്ക് പകരമായിട്ട് ഞാനൊരു അടിമയെ മോചിപ്പിക്കും. നോക്കൂ നിങ്ങൾ, അപ്പൊ അവസാന കാലഘട്ടത്തിൽ കവിതയൊക്കെ നിർത്തി അദ്ദേഹം റബ്ബിലേക്ക് തൗബ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പൊ അത്രയും നല്ല ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ പറ്റി നല്ല അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവരെ പറ്റി പഠിക്കുമ്പോൾ ഇവരെ നോക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ റബ്ബ് ഇസ്തിഗ്ഫാർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തായാലും പരലോകത്ത് സ്വർഗത്തിലായിരിക്കുമല്ലോ. അപ്പൊ നമ്മളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാല് ഇങ്ങനത്തെ ആളുകളൊക്കെ നമുക്ക് അവിടുന്ന് കാണാൻ പറ്റും എന്നുള്ളതും ഒരു വലിയ പ്രതീക്ഷയാണ്. തൂഫിയ ഫി മക്ക, അദ്ദേഹം മരിക്കുന്നത് മക്കയിലാണ്. 93 ഹിജറയിലാണ് അദ്ദേഹം മക്കയിൽ മരണപ്പെട്ടു പോകുന്നത്. അപ്പൊ ഞാൻ ഉമർ ഇബ്നു അബീ റബിയയെ അവസാനിപ്പിക്കുകയാണ്. ഉമർ ഇബ്നു അബീ റബിയ എന്ന പേര് പറയുമ്പോ തന്നെ നാവിൽ കിട്ടുന്നില്ല. കാരണം ഇതിൽ ഉമർ ഇബ്നു അബീ റബിയയും ഉണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസും ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബും ഉണ്ട്. ഈ ചരിത്രത്തില് എല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ഉമർ ഇബ്നു അബീ റബിയയിൽ നമ്മൾ കണ്ടത് ഒരു എന്താ പറയാ, ഒരു പരസ്യമായ ഗസലാണ്. കണ്ണിൽ കാണുന്ന എല്ലാവരെയും ഗസൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കണ്ടതെങ്കിൽ, കുറച്ചും കൂടെ സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത്. ജമീൽ ബുസൈനയാണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത്. ജമീൽ ബുസൈന ഹിജറ 40 ജനിക്കുകയും ഹിജറ 82 മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് നോക്ക് നിങ്ങൾ, ജമീൽ ബുസൈന. സ്വന്തം പേരിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കാമുകിയായ പിന്നെ ബുസൈനയുടെ പേര് അദ്ദേഹം സ്വന്തം പേരിലേക്ക് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വീകരിച്ചതല്ല, പിൽക്കാലത്ത് ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചതാണ്, ജമീൽ ബുസൈന. യഥാർത്ഥ പേര് അബു അംർ ജമീൽ ഇബ്നു അബ്ദുള്ള മഅ്മർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വാദി ഖുറയിലാണ് ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് മിസ്റിൽ 82 ഹിജ്റയിലാണ്, ഈജിപ്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബു അംർ ജമീൽ എന്നാണ്, ജമീൽ ഇബ്നു മഅ്മർ എന്നാണ് ശരിക്കും അദ്ദേഹത്തെ പിന്നെ ചരിത്രത്തിൽ കാണുന്നത്, ജമീൽ ഇബ്നു മഅ്മർ. എന്നാൽ അദ്ദേഹത്തിന്റെ ലഖബ് എന്താണ്, തൂലിക നാമം, അദ്ദേഹം അറിയപ്പെട്ട പേര് ജമീൽ ബുസൈന എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. ബുസൈനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു പേരിൽ അറിയപ്പെട്ടത്. വേറെ ഒരു പേരും കൂടെയുണ്ട്, റാഇദു ശുഅറാഉൽ അശാഖ്. അദ്ദേഹം കാമുകന്മാരായ കവികളുടെ നേതാവായി കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ജമീൽ ബുസൈനയുടെ പ്രത്യേകതകൾ അതൊക്കെയാണ്. കുറച്ചും കൂടെ പിന്നെ സിൻസിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജമീൽ ബുസൈന. അങ്ങനെ തന്നെ അദ്ദേഹത്തെ കാണാം. എന്നാൽ അതിന് വൈരുദ്ധ്യമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ട്, അതെല്ലാം നോക്കാം. ഇനി അദ്ദേഹത്തിന്റെ ആശിക്കത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, ബുസൈനയാണല്ലേ. ബുസൈന ബിൻത് ഹയ്യാൻ എന്നതാണ് ആ പിന്നെ കാമുകിയുടെ യഥാർത്ഥ പേര്. ഇബ്നത്തു അമ്മിഹി, അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകളാണ്. മുറപ്പെണ്ണാണല്ലോ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ. അമ്മാവന്റെ മകളാണ് ജമീൽ ബുസൈന. ആ ജമീൽ ബുസൈനയെയാണ് അദ്ദേഹം പ്രണയിച്ചത്. എന്നാലോ ലം യുവാഫിഖ് അമ്മിഹി അൻ യതസവ്വജ ഇബ്നതിഹി ലിജമീൽ. എന്നാൽ തന്റെ അമ്മാവൻ, തന്റെ മകളായിട്ടുള്ള സ്വന്തം മകളായ ബുസൈനയെ ജമീലിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല.
കാരണം ഇത് കുറച്ച് പിന്നെ ഒരു മുകളിൽ നിൽക്കുന്ന ആളും താഴെ നിൽക്കുന്ന ആളും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പിന്നെ സംഗതി, ആ ഒരു പിന്നെ ബന്ധമൊന്നും സക്സസ് ആയിട്ട് പോകുന്നില്ല. എന്നാൽ ജമീൽ ഹുസൈൻ എന്താ ചെയ്യുന്നത്, പിന്നീട് ഈ ഒരു സമ്മതിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് പിന്നെ ഈ ഹുസൈനെ അദ്ദേഹം ഗസൽ ചെയ്തുകൊണ്ട് അങ്ങേയറ്റം പാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹുസൈനയുടെ കുടുംബക്കാരൊക്കെ അവിടുത്തെ രാജാവായ, അവിടുത്തെ ഗവർണറായ മർവാൻ ഇബ്നു ഹക്കമിന്റെ മുമ്പിൽ പരാതിയുമായിട്ട് പോകുന്നു. മർവാൻ ഇബ്നു ഹക്കമാണെങ്കിലോ അഹ്ദറ ദമ്മുഹു, അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓർഡർ ഇടുന്നു. എല്ലാവർക്കും സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓഡിബിൾ അല്ലേ? ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ കഥയാണ് പറഞ്ഞത്. ഇദ്ദേഹം പ്രണയിച്ചത് ബുസൈനയാണ്. ബുസൈനയുടെ യഥാർത്ഥ പേര് ഓർത്തു വെക്കുക, അമ്മാവന്റെ മകളാണ്. അത് സമ്മതിക്കുന്നില്ല, അത് സക്സസ് ആവുന്നില്ല. അവസാനം ഇദ്ദേഹം രൂക്ഷമായിട്ട് ഗസൽ ചെയ്യുന്നു. ഇദ്ദേഹത്തെ നാട് കടത്താൻ വേണ്ടിയിട്ട് മർവാൻ ഇബ്നു ഹക്കം ഓർഡർ ഇടുന്നു. ഇദ്ദേഹം കുറെ നാട്ടിലേക്ക് പോയി. ദഹബയില യമനിലേക്ക് പോയി, ഷാമിലേക്ക് പോയി. അവസാനം ഇദ്ദേഹം മിസ്റിലെത്തി. അങ്ങനെ ഈജിപ്തിൽ നിന്നാണ്, മിസ്റിൽ നിന്നാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഇത്രത്തോളം അദ്ദേഹം ഹുസൈനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആശിക്കത്ത് ഉമ്മു ജുസൈറാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആശിക്കത്ത്. അത് ഹുസൈനയുടെ സഹോദരിയായിരുന്നു എന്നുള്ളതും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വൈരുദ്ധ്യമാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇത്രയാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഖൈസ് ബിൻ മുലവ്വഹാണ്. ഖൈസ് ബിൻ മുലവ്വഹിനെ പിന്നെ ഏതൊരു മനുഷ്യനും ഖൈസ് ബിൻ മുലവ്വഹിനെ അറിയാം. അറിയാത്ത ഒരു പ്രശ്നമൊന്നുമില്ല. ചിലപ്പോ ആ പേരിലല്ല അറിയാം. അദ്ദേഹത്തിന്റെ ലഖബ് മജ്നൂൻ ലൈല എന്നുള്ള പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ജീവചരിത്രമാണ് അദ്ദേഹത്തിന്റെ. കുറേ കഥകൾ അദ്ദേഹത്തിൻ്റെത് പിന്നെ അറബി പഠിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിയാത്ത ആളുകൾക്കാണ്. സാഹിത്യത്തിൽ, മറ്റുള്ള സാഹിത്യത്തിലൊക്കെ കുറെ നിറഞ്ഞു നിൽക്കുന്ന കഥയാണ് മജ്നൂൻ ലൈല എന്നുള്ള പിന്നെ ഖൈസ് ബിൻ മുലവ്വഹിന്റെയും, മജ്നൂനായിട്ട് മാറിയ ഖൈസ് ബിൻ മുലവ്വഹിന്റെയും ലൈലയുടെയും കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവസാനം സ്വഹറാഹിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന് അവിടെ നിലത്ത് വീണ്, അദ്ദേഹത്തെ നാട് കടത്തുന്നുണ്ട്, അവിടെ നിലത്ത് വീണ് ആ മരുഭൂമിയിലൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഭ്രാന്തനായി, മജ്നൂനായിട്ട് അദ്ദേഹം മാറി. അങ്ങനെ ആ മരുഭൂമിയിൽ കടന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോയത്. ഇനി അടുത്തത് നാലാമത്തെ ആള് ഖൈസ് ഇബ്നു ദുറൈഹ് ആണ്. ഖൈസ് ഇബ്നു ദുറൈഹിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഖൈസ് ഇബ്നു ദുറൈഹ് അറിയപ്പെട്ടതും മജ്നൂൻ ലബ്ന എന്നുള്ള പേരിലാണ്. കാരണം അദ്ദേഹത്തിന്റെ ആശിക്കത്ത് ലബ്ന ബിൻത് ഹബ്ബാബ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 4 പേരെയും അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ 3 ആളുകൾ ഖൈസ് ഇബ്നു ദുറൈഹ്, ഖൈസ് ഇബ്നു മുലവ്വഹ്, അതേപോലെ തന്നെ ജമീൽ ഹുസൈന. ഇവരിൽ നിന്ന് ചോദ്യങ്ങൾ കുറവായിരിക്കും. ഉമർ ഇബ്നു അബീ റബിയ, ആദ്യം പറഞ്ഞ ഉമർ ഇബ്നു അബീ റബിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് പിന്നെ കുറച്ചൊക്കെ വഷളായ ടോപ്പിക്കാണ്, ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കുറച്ചും കൂടെ നല്ല കുറച്ച് ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിന്നെ കുറച്ച് ആശിക്കത്യങ്ങളുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ അത് ഡീപ്പായിട്ട് പറയുന്നില്ല. ഇതൊന്നും ഒരു നിലക്കും ചോദ്യങ്ങളിൽ വരാനുള്ള സാധ്യതയില്ല. ഗസലിന്റെ മറ്റ് കുറച്ച് കവികളാണ് അഹ്വസും, തൗബ ബിൻ ഹമീർ, ദുർരിമ, ഖുസൈർ, ഇസ്സ. ഓക്കെ അല്ലേ? സ്ക്രീനും സൗണ്ടും ഓക്കെ അല്ലേ? രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോ പിന്നെ യൂട്യൂബിൽ നിന്ന് എന്തോ നോട്ടിഫിക്കേഷൻ വന്നു, അതുകൊണ്ടാണോ ഇത് പോയത്? അതല്ലെങ്കിൽ ഇപ്പോ പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗസലും ഈ ജാതി വർത്തമാനങ്ങളൊക്കെ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ പറയുമ്പോഴേ ചിലപ്പോ അങ്ങനെ വല്ലതും സംഭവിച്ചേക്കാരം. എന്തായാലും പിന്നെ എല്ലാവരും എന്ത് ചെയ്യാം, തൽക്കാലം ഈ ഗസലിന്റെ ടോപ്പിക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗസല് മനസ്സിൽ കുത്തി നിറച്ച ആളുകളൊക്കെ അത് മായ്ച്ചു കളയുക. ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലേ? സ്ക്രീൻ ഓക്കെ അല്ലേ? ഓക്കെ, നൈസ്.
അപ്പൊ നമ്മള് തിരിച്ചു വരികയാണ്. എങ്ങനെയാണോ പിന്നെ ഇടയ്ക്ക് ക്ലാസ് തുടങ്ങിയത് ആ ഒരു മൈൻഡിലേക്ക് എല്ലാവരും ഫ്രഷ് ആയിട്ട് വരിക. ഷുഅറാഉ നഖായിദാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് നഖായിദ്? യുനദ്ദിഫു അശ്ശാഇർ ഖസീദത്ത്. പിന്നെ ഷാഇർ ഒരു ഖസീദത്തൻ, ഒരു ഖസീദ എന്ത് ചെയ്യുന്നു? പാടുന്നു. ഫിൽ ഫഖ്ർ വൽ ഹജാ. അദ്ദേഹം പാടുന്നത് ഒന്നെങ്കിൽ ഹജായിലായിരിക്കും അല്ലെങ്കിൽ ഫഖറിലായിരിക്കും. അദ്ദേഹം ഒരു പ്രത്യേക വസിനും ഒരു കാഫിയയും ഒരു ബഹറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു കവി പാടുന്നത്. ആ കവി പാടുന്നത് ഒന്നെങ്കിൽ സ്വന്തത്തെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ പിന്നെ വഷളാക്കിക്കൊണ്ട് മോശമാക്കിയിട്ടേക്കാരം ആക്ഷേപിച്ചുകൊണ്ടായിരിക്കും പാടുക. അത് കേൾക്കുന്ന ആൾ തിരിച്ചിങ്ങോട്ട് മറുപടി കൊടുക്കണം. ഒന്നെങ്കിൽ അദ്ദേഹം സ്വന്തത്തെ പുകഴ്ത്തണം, അല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ആള് പറഞ്ഞതിന്റെ മറുപടി കൊടുക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നഖായിദ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള പോരാട്ടമാണ്, കവിത കൊണ്ടുള്ള പോരാട്ടമാണ്. അത് വെറുതെ നടത്തിയാൽ പോരാ. ഒന്നാമത്തെ കവി ഫസ്റ്റ് നടത്തുന്ന ആള് പാടിയ ഖസീദ ഏത് ബഹറിലാണോ, ഏത് വസിലാണോ, ഏത് കാഫിയയിലാണോ അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ തിരിച്ചു മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏത് ബഹറിലാണോ, അത് ബസീത്ത് ബഹറിലാണ് പാടിയത് എങ്കിൽ തിരിച്ചിങ്ങോട്ട് മറുപടി കൊടുക്കേണ്ടത് ബസീത്ത് ബഹറിൽ തന്നെയാണ്. അതും സ്പോണ്ടൈനസ് ആയിട്ടാണ് നടക്കുന്നത്. നേരത്തെ എഴുതി വെച്ച കവിതകളല്ല പാടുന്നത്. അപ്പൊ ചില്ലറ കളികളൊന്നും അല്ല നഖായിദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നഖായിദ് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. നഖായിദിലുള്ള ആളുകൾ ആരൊക്കെയാണ്? അഖ്തല്, ഫറസ്ദഖ്, ജരീർ. ഈ മൂന്നാളുകളാണ് നഖായിദ്. ഈ പറഞ്ഞ കവിതകൾ കൊണ്ടുള്ള പോരാട്ടത്തിൽ പിന്നെ അവര് പങ്കെടുത്തിരുന്നത്. കമന്റില് പ്രിയപ്പെട്ട സുഹൈൽക്ക് അവരുള്ളക്ക് ഉപ്പേരി എന്ന് കൊടുത്തു. അതന്നെയാണ് അതിന്റെ മറുപടി. പിന്നെ ഞാനിത് പറഞ്ഞപ്പോ സ്പോണ്ടൈനസ് ആയിട്ട് അദ്ദേഹം ഒരു കമന്റ് കൊടുത്തു. അതന്നെയാണ്, സ്പോണ്ടൈനസ് ആയിട്ടാണ് അത് ചെയ്യേണ്ടതും. പിന്നെ ഉരുളക്ക് ഉപ്പേരി പോലെ ചെയ്തുകൊണ്ടിരിക്കണം. അഖ്തല്, ഫറസ്ദഖ്, ജരീർ, ഈ മൂന്നാളുകളാണ് ഈ പോരാട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾക്കറിയാം അഖ്തലും ഫറസ്ദഖും ഒരു ടീമായിരുന്നു. ഫറസ്ദഖും ജരീറുമാണ് കുറെ കാലം പോരാട്ടം നടത്തിയത്. ഇടയിൽ അഖ്തലും ഫറസ്ദഖും ഒരു ടീമായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ ഈ മൂന്നാളുകൾക്കുമുള്ള പ്രത്യേകതകൾ നമ്മളൊന്ന് നോക്കാം. ഈ മൂന്നാളുകളും പിന്നെ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. പക്ഷെ ഈ മൂന്നാളുകളും പിന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയകളുണ്ട്. അഖ്തല് മദ്ഹിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. ഫറസ്ദഖ് ആണെങ്കിൽ ഫഖറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. പക്ഷെ ജരീർ ഉണ്ടല്ലോ, ജരീർ ഹജാ അല്ലെങ്കിൽ ഹിജാ രണ്ടും പറയാം. അദ്ദേഹം ആക്ഷേപം ചെയ്യുന്നതിന്റെ ഹിജാഇന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മൾ ആക്ഷേപത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഹുതൈഅനെയാണ് ഓർമ്മ വരാറുള്ളത്. അസ്വറുൽ ഇസ്ലാമിയിലെ ഹുതൈഅ അറബികളുടെ ഏറ്റവും വലിയ ഹിജാഅ് നടത്തുന്ന ആളാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ചരിത്രം പറയുന്ന ഹുതൈഅനെ പോലും കടത്തിവെട്ടുന്ന, ഹുതൈഅനെ പോലും നാണം കെടുത്തുന്ന രൂപത്തിലുള്ള ഹിജാഅ് നടത്തിയത് ജരീറാണ്. അപ്പുറത്ത് അഖ്തലും ഫറസ്ദഖും ഉണ്ട്. ഇടക്കിടക്ക് കുറെ ആൾക്കാർ അപ്പുറത്ത് വന്നു പോയിട്ട് ഫറസ്ദഖിനെ സഹായിച്ച കവികളുണ്ട്. ഇപ്പുറത്ത് ജരീർ ഒറ്റക്കാണ്. എന്നാലും ചരിത്രം പറയുന്നത് ഒരിക്കലും ജരീർ തോറ്റു കൊടുത്തിട്ടില്ല. ഇതിൽ ആരാണ് ജയിച്ചതൊന്നും ചരിത്രത്തിൽ കൃത്യമായിട്ടില്ല. അത് അങ്ങനെ ഒരു വിശകലനമില്ല. എന്നാലും ജരീർ ഒരിക്കലും അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഈ നഖായിദിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടം തോന്നുന്നത്, ഹിജാഅ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ജരീറിനെയാണ് എനിക്കെപ്പോഴും ഇഷ്ടം തോന്നുന്നത്. കുറെ ആൾക്കാർ അപ്പുറത്ത് വന്നെങ്കിലും ജരീർ ഇപ്പുറത്ത് ഒറ്റക്ക് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അഖ്തല് നമുക്ക് നോക്കാം. കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആളുകളാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും, പ്രത്യേകിച്ച് അർത്ഥം മാത്രം പറഞ്ഞു പോവുള്ളൂ, സമയം വളരെ കുറവാണ്. അബൂ മാലിക് റിയാസ് ബിൻ ഔസ് അത്തഗ്ലബി എന്നാണ് അഖ്തലിന്റെ പൂർണ്ണമായ പേര്. ഹിജറ 20 ജനിക്കുന്നു. അദ്ദേഹം ഹീറയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ലഖബ് അൽ അഖ്തൽ എന്ന ലഖബ് അദ്ദേഹത്തിന് വന്നത് ബിസിഫാഹത്തിഹി, അദ്ദേഹത്തിന്റെ സിഫാഹത്ത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്. അഖ്തലിന്റെ മുഴുവൻ പേര് ചോദിക്കും, ഫറസ്ദഖിന്റെ മുഴുവൻ പേര് ചോദിക്കും, ജരീറിന്റെ മുഴുവൻ പേര് നമുക്ക് ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന്റെ മറ്റു ലഖബുകൾ നോക്കാം. ലിസാനു തഗ്ലബ്, തഗ്ലബ് എന്ന ഗോത്രത്തിന്റെ നാവ്, തഗ്ലബിന്റെ ശബ്ദമായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഷാഇറുൽ ഖലീഫ, ഖലീഫയുടെ കവി. സൗത്തുൽ ജസീറ, ജസീറയുടെ ശബ്ദമായിട്ടൊക്കെ അദ്ദേഹത്തിന് പിന്നെ ലഖബുകളുണ്ട്. ബഹു നസ്രാനിയുൻ, ഇത് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം
പിന്നെ ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ച നസ്രാനിയാണ്. ഉമ്മുഹു ലൈല, അദ്ദേഹത്തിന്റെ ഉമ്മ ലൈലയാണ് അദ്ദേഹത്തിന്റെ ഉമ്മ. അവ്വലു മൻ ഇത്തഖദൽ ഗസ്ൽ സില്ലാഹൻ ലിൽ ഹിജാഇ സിയാസി, രാഷ്ട്രീയപരമായ ആക്ഷേപങ്ങൾക്ക് ഗസ്ലിനെ ഒരു ആയുധമായി കൊണ്ട് ഉപയോഗിച്ച ആദ്യത്തെ ആളാണ് അഖ്തർ. അദ്ദേഹം ഒരു രാഷ്ട്രീയ കവിയാണ്. അദ്ദേഹത്തിന് നക്കായിദിൽ ഉണ്ടെങ്കിലും നക്കായിദിനേക്കാൾ അദ്ദേഹം ഫേമസ് ആയത് രാഷ്ട്രീയ കവി എന്ന പേരിലാണ്. അമവി ഖലീഫമാരുടെ കൂടെ ജീവിച്ച് അമവി ഖലീഫമാരെ മദ്ഹ് ചെയ്ത ആളാണ് അദ്ദേഹം. സൗജത്തു അബി, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ മറ്റൊരു ഭാര്യയെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹജാ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാര്യ, ഉപ്പാന്റെ രണ്ടാമത്തെ ഭാര്യ, അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ദൗബൽ എന്നുള്ള പേര്. അതിന്റെ അർത്ഥം ഹിമാറും സ്വഹീറും, കഴുത എന്നുള്ളതാണ്. ഇതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി അദ്ദേഹം ബനു ഉമയ്യ ഗോത്രത്തെ, ബനു ഉമയ്യ കുടുംബത്തെ അദ്ദേഹം നന്നായിട്ട് മദ്ഹ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പേര് കിട്ടിയത്. ഷാഇറു ബനി ഉമയ്യ, ബനു ഉമയ്യയുടെ കവിയാണ് നിങ്ങൾ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നു. അല്ലെങ്കിൽ ഷാഇറു സിയാസത്തുൽ അമവി, അമവി രാഷ്ട്രത്തിന്റെ കവി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാൻ അദ്ദേഹം മദ്ഹ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഷാഹിറു അമീറുൽ മുഅ്മിനീൻ എന്ന പേര് കിട്ടുന്നത്. പ്രധാനപ്പെട്ട ഒരു ലഖബാണ്. അക്സറ ശിഅർ ഫിൽ മദ്ഹ്, കൂടുതൽ ചെയ്തത് മദ്ഹ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഹജൽ അൻസ്വാർ, അൻസാരിങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഹിജാ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? യസീദ് ബിൻ മുആവിയ ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം അൻസാരിങ്ങളെ ഹിജാ നടത്തുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇനി ഷബ്ബഹൽ അഖ്തൽ ബിൻ നാബിഹ, നമ്മള് പിന്നെ ജാഹിലിയത്തിൽ പഠിച്ച നാബിഹയുണ്ടല്ലോ, നാബിഹയെയാണ് അദ്ദേഹത്തെ ഉപമിക്കുന്നത്. ചരിത്രകാരന്മാർ അഖ്തലിനോട് ഉപമിക്കുന്നത്, അല്ലെങ്കിൽ നാബിഹയെ പോലെയാണ് അഖ്തൽ എന്ന് പറയുന്നുണ്ട്. കാരണം നാബിഹ കൂടുതൽ പിന്നെ രാഷ്ട്രീയ കവി ആയിക്കൊണ്ടാണ്, കുറെ പിന്നെ രാജാക്കന്മാരെ മദ്ഹ് ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു കവിയാണ് നാബിഹ. അതുകൊണ്ടാണ് അതേപോലെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, സാമ്യപ്പെടുത്തുന്നത്. ഇനി നോക്കാം, ലാ യസ്തതിഉ ലഹു അൻ യുറദ്ദിമ ശിഅറ ഇല്ലാ ഇദാ ശരിബൽ ഖംർ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അഖ്തലിനൊരു പ്രശ്നമുള്ളത്, അദ്ദേഹത്തിന് കവിത വരണം എന്നുണ്ടെങ്കിൽ കള്ള് കുടിക്കണം, മദ്യം കുടിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് കവിത വരികയുള്ളൂ. ഇനി അഖ്തല് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡയലോഗാണ്. അദ്ദേഹം ഫറസ്ദക്കിനെയും ജരീറിനെയും കമ്പയർ ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ ഓർക്കണം നമ്മൾ, അദ്ദേഹം ഫറസ്ദക്കിന്റെ ഭാഗത്താണ്. ജരീറിനെ മോശമാക്കി ഫറസ്ദക്കിനെ നന്നാക്കിയിട്ട് അദ്ദേഹം പറയാം, അൽ ജരീർ യഗ്രിഫു മിനൽ ബഹർ വൽ ഫറസ്ദക് യൻഹതു മിനസ് സ്വഹർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൗലാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താ പറയുന്നത്? ജരീറിനെ മോശമാക്കി പറയുന്നത് യഗ്രിഫു മിനൽ ബഹർ, കടലിൽ വരച്ച പോലെയാണ്, വെള്ളത്തിലൊക്കെ പിന്നെ വരച്ച പോലെയാണ്, വെള്ളത്തിൽ വരച്ച അപ്പ മാഞ്ഞു പോകും, അത്ര പവറെ ജരീറിന്റെ വടികൾ കൊള്ളൂ എന്ന് അഖ്തല് പറയാം. എന്നിട്ട് ഫറസ്ദക്കിനെ പറ്റി പറയുന്നത് എന്താ? യൻഹതു മിനസ് സ്വഹർ, പാറയില് പിന്നെ കൊത്തിയിട്ട പോലെയാണ് ഫറസ്ദക്കിന്റെ വടികൾ, അതവിടെ ഉണ്ടാകും, അതവിടെ കൊള്ളും, അത്രയും കൊള്ളും, അതവിടെ ഇങ്ങനെ കാലാകാലായിട്ട് ഉണ്ടാകും എന്ന് അഖ്തല് പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, അത് വേറെ കാര്യം. യുനദ്ദിമു, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പറയാം. പിന്നെ അദ്ദേഹം തിസ്ഊന ബൈത്തൻ, അദ്ദേഹം 90 വരികൾ എഴുതിയാൽ അതിൽ നിന്ന് അദ്ദേഹം അരിച്ചെടുത്ത് 30 എണ്ണം മാത്രം സെലക്ട് ചെയ്യും, ബാക്കിയുള്ളത് ഒഴിവാക്കും. ഈ 30 എണ്ണമാണ് അദ്ദേഹം പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പൊ അരിച്ചെടുത്തുകൊണ്ട് കവിത പാടുന്ന അയാളാണ് അഖ്തൽ. ഓർക്കുക, അത് ഒറ്റ ചോദ്യം, ജാഹിലിയ കാലഘട്ടത്തില് അരിച്ചെടുത്ത് കവിത പാടിയത് ആരാണെന്നൊന്ന് കമന്റിൽ പറയാൻ പറ്റുമോ? അരിച്ചെടുത്ത് പിന്നെ കവിത പാടിയിരുന്ന ആള് ഓക്കെ, സുഹൈൽ ഇബ്നു അബീ സ്വലമയാണ്. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു ലഖബ് വന്നിട്ടുണ്ട്. എന്താണ് ആ ലഖബ്? ഹൗലിയാത്തിന്റെ കവി എന്ന് അദ്ദേഹത്തെ പറയുന്നത്. അപ്പൊ സുഹൈർ എങ്ങനെയാണോ ജാഹിലിയത്തിൽ, അതുപോലെയാണ് അമവിയിൽ നമ്മളുടെ അഖ്തൽ. ഇനി ഒറ്റ ചോദ്യം കൂടെ, അബ്ബാസിയ കാലഘട്ടത്തിലെ പിന്നെ കവി, അരിച്ചെടുത്ത കവി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കമന്റിൽ പറയാൻ പറ്റുമോ? അബ്ബാസിയ കാലഘട്ടത്തിൽ അതായിരുന്നു, അബ്ബാസിയ കാലഘട്ടത്തിൽ. ഓക്കെ, വെരി ഗുഡ്. അബൂ നുവാസാണ് അബ്ബാസിയ കാലഘട്ടത്തിലെ ആ ഒരു പിന്നെ പേരുള്ളത്. അതിന് പിന്നെ ഹസൻ സയ്യാദിൽ ഉപയോഗിച്ച പദം തൻഖീഹിന്റെ കവി എന്നാണ്. തൻഖീഹ്, അരിച്ചെടുത്ത കവി എന്നാണ്.
അപ്പൊ ഇവർ തമ്മിൽ 3 പേര് തമ്മിൽ ഒരു ബന്ധമുണ്ട്. സുഹൈർ ബിൻ അബി സലമ എങ്ങനെയാണോ ജാഹിലിയത്തിൽ, അതുപോലെയാണ് പിന്നെ അമവിയിലെ അഖ്തൽ, അതുപോലെയാണ് അബ്ബാസിയിലെ അബു നുവാസ്. അവർക്ക് 3 പേർക്കുമുള്ള കോമൺ പ്രത്യേകതയാണ്. എന്നാൽ സുഹൈറിനെ പറയുന്നത് എന്താണ്? വേറൊരു പേരില്ല, ഹൗലിയാത്ത് എന്ന പേരിലാണ്. എന്നാൽ അഖ്തലിനെ പറയുന്നതോ 90 കവിത എഴുതിയിട്ട് അതിൽ 3 ഭാഗം എടുക്കുന്ന ആള് എന്നാണ്. എന്നാൽ പിന്നെ അബു നുവാസിനെ പറയുന്നത് തൻഖീഹിന്റെ കവി, അരിച്ചെടുക്കലിന്റെ കവി എന്നുള്ളതാണ് എന്നത് ഓർത്തു വെക്കുക. ഇനി ലുഖിബ അൽ ബഷാറത്തുൽ ഹൂരി അൽ അഖ്തൽ അസ്സഗീർ, ബഷാറത്തുൽ ഹൂരി എന്ന അസ്റുൽ ഹദീസിലെ കവി അറിയപ്പെടുന്നത് അഖ്തൽ അസ്സഗീർ, ചെറിയ അഖ്തൽ എന്ന പേരിൽ ഒരു ആധുനിക കവി അറിയപ്പെടുന്നു എന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക. സമയമില്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. അൽ ഫറസ്ദഖ്. ഫറസ്ദഖ് ജനിക്കുന്നത് 2 അഭിപ്രായമുണ്ട്. ഹിജ്റ 12 പറയുന്നു, ഹിജ്റ 20 പറയുന്നു. മരണപ്പെട്ടതും 2 അഭിപ്രായമുണ്ട്, 110 114 ചരിത്ര ഗ്രന്ഥങ്ങളിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഫറസ്ദഖിന്റെ മുഴുവൻ പേര് ഇമ്പോർട്ടന്റ് ആണ്. അബുൽ ഫിറാസ് ഹമ്മാം ഇബ്നു ഗാലിബ് അത്ത്-തമീമി എന്നുള്ളതാണ് ഫറസ്ദഖിന്റെ പൂർണ്ണമായ പേര്. അത് ഓർത്തു വെക്കണം. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബുൽ ഫിറാസ് എന്നുള്ളതാണ്. അദ്ദേഹം ഹിജ്റ 20 ജനിക്കുന്നത്, ബസ്റയിലാണ് ജനിക്കുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് 114 ഹിജ്റയിലാണ്. ബസ്റയിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ്. ഇനി അദ്ദേഹത്തിന് ഫറസ്ദഖ് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഞാൻ പറഞ്ഞല്ലോ, ഹമ്മാം ഇബ്നു ഗാലിബാണ്. ലിജുഹൂമത്തി വജ്ഹിഹി, അല്ല, അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ വൈരൂപ്യം കൊണ്ടാണ് ഫറസ്ദഖ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. ഇങ്ങനെ കുറെ സ്ഥലത്ത് നമുക്ക് കാണാം. ഇപ്പൊ ജാഹിദിന്റെ പേര് എങ്ങനെ വന്നു, അതേപോലെ ഫറസ്ദഖ് ആവട്ടെ, ഇതേപോലെ കാഴ്ചക്കുറവുള്ളത് കൊണ്ട് പേര് കിട്ടുന്നു, പിന്നെ ഹൈറ്റ് കുറവുള്ളത് കൊണ്ട് പേര് കിട്ടുന്നു. ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു ബോഡി ഷേമിംഗ് നമ്മൾ പറയുമല്ലോ, ഈ രൂപത്തിലൊക്കെയാണ് കുറെ പിന്നെ ചരിത്രകാരന്മാര് പല പേരുകളും ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഇന്നൊന്നും അത് പിന്നെ ഭയങ്കര സീരിയസ് വിഷയമാണ്. പിന്നെ കൃത്യമായിട്ട് അത് മാറ്റേണ്ട. ഹൻസാ അതേപോലെ തന്നെ ഹൻസായിന്റെ മൂക്കാണുള്ള വിഷയം. അപ്പൊ അത് ഇന്നത്തെ കാലത്ത് ഒട്ടും യോജിക്കാത്ത, അല്ലെങ്കിൽ അത് അന്നത്തെ കാലത്താണെങ്കിലും ഇന്നത്തെ കാലത്ത് ഒട്ടും ശരിയല്ലാത്ത ഒരു പ്രവണതയായിരുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു അഭിപ്രായമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് ലൈല എന്നാണ്, ആഷിഖത്തിന്റെ പേര് നുവാർ എന്നുള്ളതാണ്. ഇതൊന്നും ചോദിക്കൂല, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഹഫിദൽ ഖുർആൻ മിൻ അലി റളിയല്ലാഹു അൻഹു, പ്രത്യേക പോയിന്റ് ആണ്. ഫറസ്ദഖ് വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്നാണ് അത് ഹിഫ്ളാക്കിയിട്ടുള്ളത്. ദാറൽ ഹിജാഅ് ബൈന ജരീർ വൽ ഫറസ്ദഖ്, ഫറസ്ദഖും ജരീറും തമ്മിൽ 40 വർഷത്തോളം അവരുടെ അവരുടെ ആക്ഷേപം നീണ്ടുപോയിട്ടുണ്ട്. അവരുടെ നഖായില് ഈ പോരാട്ടം നീണ്ടുപോയിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സിയാദ് ഇബ്നു അബീഹി, ഫറസ്ദഖിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. ഫറസ്ദഖിന് ഭയങ്കര ധൈര്യമായിരുന്നു. അദ്ദേഹം അവിടുത്തെ പിന്നെ മന്ത്രിയായിരുന്നു. അതും ശക്തനായ ഒരു പിന്നെ മന്ത്രിയാണ്, നേതാവാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫും സിയാദ് ഇബ്നു അബീഹിയും ഒക്കെ. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും അവരെ പറ്റി. ഇവരെയൊക്കെ അദ്ദേഹം ഹജാ ചെയ്യാൻ, ആക്ഷേപിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനെ അദ്ദേഹം മദ്ഹും ചെയ്തിട്ടുണ്ട്. ഇനി ഫറസ്ദഖിനെ ആരോടാണ് സാമ്യപ്പെടുത്തിയത്? സുഹൈർ ഇബ്നു അബീ സലമയോടാണ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത്. അക്സർ ശിഉറു ഫിൽ ഫഖർ, അദ്ദേഹം കൂടുതൽ നടത്തിയത് ഫഖറാണ്. അദ്ദേഹത്തെ പറ്റി നേരത്തെ അഖ്തൽ പറഞ്ഞ ഡയലോഗാണ് കാന യൻഹതു മിനസ് സഖർ. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയപ്പെട്ട ഒരു കൗലാണ്, പ്രധാനപ്പെട്ട ഒരു കൗലാണ്. ഇതൊക്കെ നെറ്റിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്, നമ്മൾക്ക് ചോദ്യത്തിൽ കാണാം, ചിലപ്പോൾ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫറസ്ദഖിന്റെ കവിതകൾ ഇല്ലായിരുന്നുവെങ്കിൽ അറബി ഭാഷയുടെ 1/3 തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. അതേപോലെ അഖ്ബാറുന്നാസ്, ജനങ്ങളുടെ പിന്നെ വിവരങ്ങളൊക്കെ, ജനങ്ങളുടെ ന്യൂസുകൾ, വർത്തമാനങ്ങളൊക്കെ പകുതിയും പോകുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഡയലോഗ് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഒരു കൗല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു തവണ PSC ചോദിച്ചതുമാണ്. അതേപോലെ തന്നെ നെറ്റിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. ആ വരിയും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.
നമ്മളിതാ മൂന്നാമത്തെ ആളിലേക്ക് പോവുകയാണ്. ജരീറിനെ കുറിച്ചാണ് നമ്മൾക്ക് ഇനി പറയാനുള്ളത്. നമ്മൾ ആദ്യം അഖ്തലിനെ കുറിച്ച് പറഞ്ഞു, ഫറസ്ദക്കിനെ കുറിച്ച് പറഞ്ഞു, ഇനി ജരീറിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് ജരീറിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അഖ്തലിന്റെ കാര്യത്തിലും പിന്നെ ഫറസ്ദക്കിന്റെ ജീവചരിത്രത്തിലും നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ ജരീറിനെ കുറിച്ച് നമുക്ക് കുറച്ച് പറഞ്ഞാൽ മതി. ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അബൂ ഹിസ്റ ജരീർ ഇബ്നു അത്ഇയ അത്തമീമി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് അതിൽ തന്നെ ജരീർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പേര് വരാനുള്ള ചോദിക്കാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് ആദ്യത്തെ രണ്ടാളുകളുടെ പൂർണ്ണമായിട്ടുള്ള പേര് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി കബീലത്തു ഫറസ്ദക്, ഫറസ്ദക്കിന്റെയും ജരീറിന്റെയും കബീല തമീം എന്ന ഗോത്രമാണ്. അഷ്അറുൽ അറബ് ഫിൽ ഹിജാഇ എന്താ അവിടെ പറയുന്നത്? ഹിജായില് ആക്ഷേപം നടത്തുന്നത് അറബികളിൽ നമ്പർ 1, അറബികളുടെ ടോപ്പിൽ നിൽക്കുന്നത് ജരീർ തന്നെയാണ് എന്ന് നമ്മൾക്ക് കാണാം. അദ്ദേഹം യമാമയിലാണ് ജനിക്കുന്നത്. പിന്നെ 33 ഹിജറയിലാണ് എന്ന് ചരിത്രം പറയുന്നു. 28 ഹിജറയാണെന്നും അഭിപ്രായമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആഷിഖത്തുഹു അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഉമാമ എന്നാണ്. അദ്ദേഹം റാഇ അൽ ഗനം, അദ്ദേഹം ആട്ടിടനായിട്ടൊക്കെ അദ്ദേഹം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം 80ഓളം വരുന്ന കവികളെ അദ്ദേഹം ഹിജാ നടത്തിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി അഖ്തൽ പറഞ്ഞ ഡയലോഗാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ആ ഒരു സെഷനിൽ നമ്മൾ അഖ്തലിന്റെ ജീവചരിത്രത്തിൽ അത് പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. ഇനി ജരീറിനെ കമ്പയർ ചെയ്തത് ആരോടാണ്? ആയിഷയോടാണ് ജരീറിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇവിടെയൊന്നും ചോദ്യങ്ങളിൽ വരാത്ത പോയിന്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ യെല്ലോയിൽ മെൻഷൻ ചെയ്യാത്തതൊക്കെ. ഇനി അദ്ദേഹം ആരൊക്കെ മദ്ഹ് ചെയ്തിട്ടുണ്ട്? യസീദ് ഇബ്നു മുആവിയ, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, വലീദ് ഇബ്നു അബ്ദുൽ മലിക്, ഇത്രയും ആളുകളെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ മദ്ഹ് ചെയ്തിട്ടുണ്ട്. മാത ജരീർ 40 യൗമൻ ബഅദ വഫാത്തി ഫിറസ്ദക്, ഫിറസ്ദക് മരിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ജരീറും ആ വർഷം തന്നെ മരണപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് അവരുടെ നെക്കായില് ആ മരണത്തോടു കൂടിയാണ് നിന്നുപോകുന്നത് എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ ജരീറിനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കവികളെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗസലിന്റെ 4 കവികളും നഖായിദിന്റെ 3 കവികളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് ആളുകളെ, പകുതി മുക്കാൽ ഭാഗവും നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഒരു 3 ആളുകളെ തന്നെ നോക്കാനുള്ളൂ. അത് ഖുത്തബാക്കറും റസായിലുമാണ്. ഖുത്തബായില് 4 ആളുകളെ നമ്മൾക്ക് നോക്കാനുണ്ട്. അവരിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽ ഖുത്തബാ ഫിൽ അസ്റിൽ അമവി, അമവി കാലഘട്ടത്തിലെ ഖത്തീബുമാർ സുഹ്ബാൻ വാഇൽ, സിയാദ് ഇബ്നു അബീഹി, ഹജ്ജാജ് ഇബ്നു യൂസുഫ്, തോരിഖ് ഇബ്നു സിയാദ്. ഇവരെ പറ്റിയൊക്കെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാവർക്കും നേരത്തെ അറിയാം. ഒന്ന് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സാധാരണ ഞാൻ എന്റെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താറുണ്ട്. ഇടക്ക് ഫുൾ ഓഫ് ടൈമിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും. ഇന്ന് അതിന് സമയമില്ല. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 12 പേരെ കവർ ചെയ്യാനുള്ള ഓട്ടത്തിലായത് കൊണ്ടാണ് മനഃപൂർവ്വം അത് ഒഴിവാക്കിയത്. നിങ്ങൾ എന്തായാലും ഈ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കണം. എപ്പോഴും ഞാൻ ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത് PYQവിനാണ്. അതിനുശേഷമേ കണ്ടന്റിന് നമ്മൾക്ക് പ്രാധാന്യമുള്ളൂ. PYQ പഠിച്ചതിന് ശേഷം കണ്ടന്റിലേക്ക് പോകുക. ഇനി നമ്മൾ സുഹ്ബാൻ വായിലിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുഹ്ബാൻ വായിൽ ഒരു പ്രത്യേകതയുള്ളത് 180 കൂടുതൽ വർഷം, 180 കൂടുതൽ വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അമവി പിന്നെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും അമവി ഖലീഫയായ മുആവിയയുടെ കൂടെ ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ എന്തുകൊണ്ടാണ് അമവി കാലഘട്ടത്തിൽ പഠിക്കുന്നത്? അദ്ദേഹം ജാഹിലിയത്തിലും ഉണ്ട്, ഇസ്ലാമിയത്തിലും ഉണ്ട്, അമവി കാലഘട്ടത്തിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ അദബ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ വളർന്നു വന്നത് അത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം അമവി കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അമവിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം നല്ല ഒരു പ്രഭാഷകനായിരുന്നു, ഖത്തീബായിരുന്നു. അദ്ദേഹം ദഖലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം വരുന്നു. അമ്മറ തൊവീലൻ എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അദ്ദേഹം 180 കൂടുതൽ വർഷം, നീണ്ട കാലഘട്ടം അദ്ദേഹം ജീവിച്ചു. ഇത്വസല ബി മുആവിയ, അദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ ബന്ധപ്പെട്ട
കൂടെ ജീവിച്ചത് മുആവിയയാണ്. മുആവിയയുടെ കൂടെയാണ് അദ്ദേഹം കൂടുതൽ ജീവിച്ചത്. കാല മുആവിയ അദ്ദേഹത്തെ പറ്റി പറയുന്നത് അൻത അഖ്തബുൽ അറബ്, നീ അഖ്തബുൽ അറബ്, അറബികളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ ഖതീബ്, അന്നേക്കാൾ വലിയൊരു പ്രഭാഷകൻ ഇനി ഇല്ലടോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ രണ്ട് രസകരമായ സംഗതിയുണ്ട്. ഒന്നാമത്തേത്, ഇദ്ദേഹം ഇത് പറയാനുള്ള കാരണം, മുആവിയ ഇത് പറയാനുള്ള കാരണം, കുറച്ച് ഈ ഒരു മുആവിയയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടീം വരുന്നുണ്ട്, രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ടീം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല പ്രസംഗം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ സുഹബാൻ വായിലിനെ ഏൽപ്പിക്കുന്നു. അപ്പൊ സുഹബാൻ വായിലാണെങ്കിൽ പ്രസംഗം തുടങ്ങിയിട്ട് നിർത്തേണ്ടത്, ദുഹറിന് തുടങ്ങിയിട്ട് ആസ്വർ വരെ പ്രസംഗം. അവസാനം മുആവിയ പറഞ്ഞു അഖ്തബുൽ അറബ്, ഇയാണ് ഏറ്റവും ടോപ്പ്. ഇവയെ നിർത്തിക്കോ എന്ന് പറയാം. കാരണം ആസ്വറിന്റെ ബാങ്ക് കൊടുത്തു, നിർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. നമ്മള് ചില ആൾക്കാരുടെ കവിതയും പാട്ടും കേട്ടിട്ട് അവസാനം നമ്മള് കൈയടിച്ച് കയറ്റി വിടുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അഖ്തബുൽ അറബ്, ഇയാണ് ഏറ്റവും വലുത് എന്ന് പറയണം. അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഡയലോഗ് കേട്ടിട്ട് സുഹബാൻ വായില് എന്താ പറഞ്ഞത്? സുഹബാൻ വായിൽ നിർത്തിയില്ല, നിങ്ങൾ എന്റെ സംസാരത്തെ മുറിച്ച് കളയരുത് എന്നൊക്കെ മറുപടി കൊടുത്തുട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, അൻത അഖ്തബുൽ അറബ്, അറബികളുടെ കൂട്ടത്തെ ഏറ്റവും വലുത് ഇയൻ എന്ന് പറയുമ്പോൾ പോരാ, വൽ അജമി വൽ ജിന്നി വൽ ഇൻസി, അറബികളല്ലാത്ത അജമികളുടെ കൂട്ടത്തിലും ഞാൻ തന്നെ ഏറ്റവും വലുത്, ജിന്നാളെ കൂട്ടത്തിലും ഞാൻ തന്നെ വലുത്, ഇൻസ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും എല്ലാവരുടെ കൂട്ടത്തിലും ഞാൻ തന്നെയാണ് വലുത്, എനിക്ക് അറബികളുടെ കൂട്ടത്തിൽ മാത്രം പോരാ എന്ന് തിരിച്ചു മറുപടി കൊടുത്ത വ്യക്തിയാണ് സുഹബാൻ വായിൽ. എന്താ പറയാ, നേരത്തെ പറഞ്ഞല്ലോ, സുഹൈൽക്ക് പറഞ്ഞതുപോലെ ഉരുളക്കുപ്പേരിയായിട്ട് മറുപടി കൊടുത്തു. ഇനി അദ്ദേഹം മുഹ്ലറമാണ്. ഇങ്ങനെ ഒരു ചർച്ചയുണ്ട്, അദ്ദേഹം മുഹ്ലറമാണ്. മുഹ്ലറമി കവികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചു, ഇസ്ലാമിക കാലഘട്ടം വന്നപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ച ആളുകളാണ് മുഹ്ലറമി കവികൾ എന്ന് പറഞ്ഞാൽ. ഇത് കവി അല്ലെങ്കിലും മുഹ്ലറമാണ് അദ്ദേഹം. ജാഹിലിയത്തുൽ ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചത് കൊണ്ട് തന്നെ മുഹ്ലറമാണ് അദ്ദേഹം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ PSCക്ക് ചോദിച്ച പോയിന്റ്, നിങ്ങൾ കുറെ കഥ ഇവിടുന്ന് കേട്ടു, പക്ഷെ അതൊന്നുമല്ല PSCക്ക് ചോദിച്ചത്. PSCക്ക് 2017 ചോദ്യം പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. അദ്ദേഹം പ്രസംഗിക്കാൻ കയറിയാൽ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറുകയില്ല, നിന്നു പോവുകയില്ല, ചുമക്കുകയില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യില്ല. ഇങ്ങനത്തെ ഒരു ഡയലോഗ് ഇത് പറയുന്നത് ഹസൻ സയ്യാത്താണ്. അദ്ദേഹത്തെ കുറിച്ച് ഈ ഡയലോഗ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹം നടത്തിയ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ആ ഉച്ച സമയം മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിച്ചു എന്നുള്ള ആ ചരിത്രത്തിൽ നിന്നാണ് സയ്യാത്ത് ഈ വിശേഷണം കൊടുത്തത്. 2017 ചോദ്യ പേപ്പറിൽ ഇത് ചോദിച്ചത് സയ്യാത്തിന്റെ ആ വരി എടുത്തിട്ട് ഇത് ആരെ കുറിച്ചാണ് എന്ന് ചോദിച്ചിരുന്നു. PSCക്ക്, LP PSC കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 54 അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഹുത്തുബകൾ അറിയപ്പെട്ട പേരാണ് ഹുത്തുബത്തുശ് ശൗഹാ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ സുഹബാൻ വായിലിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്, അടുത്ത ആളിലേക്ക് പോവുകയാണ്. സിയാദ് ഇബ്നു അബീഹി എന്നുള്ളതാണ് അടുത്തത് പറയാനുള്ളത്. ഹിജ്റ 1 ജനിക്കുകയും ഹിജ്റ 53 മരണപ്പെട്ടു പോവുകയും ചെയ്ത വ്യക്തിയാണ് സിയാദ് ഇബ്നു അബീഹി. ഹുവ അബൂ മുഗീറ സിയാദ് ഇബ്നു സുമയ്യ, ഉമ്മാന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്, സിയാദ് ഇബ്നു സുമയ്യ. ചരിത്രത്തിൽ തന്റെ പിതാവ് ആരെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. അന്നത്തെ കാലത്തെ ആ ഒരു അടിമ രൂപത്തിലാണ് അന്നത്തെ കാലത്ത് സംഗതികൾ, ഈ ജീവിതവും വിവാഹവും ഒക്കെ നടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഉപ്പാന്റെ പേര് പറയാത്തത് കൊണ്ടാണ് സിയാദ് ഇബ്നു അബീഹി എന്നുള്ള പേര് പ്രയോഗിച്ചത്. ഉമ്മുഹു സുമയ്യ, അദ്ദേഹത്തിന്റെ ഉമ്മ സുമയ്യാണ്. വഹിയ ജാരിയ, അടിമ സ്ത്രീയാണ്. ഉൽദ ഫി തോയിഫ്, ജനിക്കുന്നത് തോയിഫിലാണ്. കൂഫയിലാണെന്നും അഭിപ്രായമുണ്ട്. ഓക്കെ, കൂഫയിലാണെന്നുള്ള അഭിപ്രായമുണ്ട്. സൗണ്ട് ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അമവിയിലെ പ്രധാനപ്പെട്ട ഖതീബാണ്. അതേപോലെ തന്നെ അദ്ദേഹം കൂഫയിലേക്കും ബസറയിലേക്കും ഗവർണറായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്.
വലുക്കിബ വാലി അൽ ഇറാഖൈനി, രണ്ട് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക്, കൂഫയിലേക്കും ബസ്റയിലേക്കും, ഇറാഖിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വാലിയായിക്കൊണ്ട് പോയത് കൊണ്ട് തന്നെയാണ് വാലി അൽ ഇറാഖൈനി എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. കൂഫയും അദ്ദേഹം 6 മാസം കൂഫയെ ഭരിക്കും, പിന്നെ 6 മാസം ബസ്റയെ ഭരിക്കും. കൂഫയും ബസ്റയും ഒന്നിപ്പിച്ച് ഭരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൂഫയും ബസ്റയും ഒന്നിപ്പിച്ച ഒരാളായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. ഇനി നോക്കാം, ഇത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അബൂ മൂസ അശ്അരിയുടെ കാത്തിബായി കൊണ്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. കാല മുആവിയ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, മുആവിയ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? സിയാദ് ഇബ്നു അബീഹി എന്റെ ഉപ്പയിലുള്ള എന്റെ സഹോദരനാണ്. സിയാദ് ഇബ്നു അബീഹിയുടെ പിതാവ് എന്റെ പിതാവായിട്ടുള്ള അബൂ സുഫിയാനാണ് എന്ന ഒരു പ്രസ്താവന ചരിത്രത്തിൽ പറയപ്പെടുന്നു. ജസ്റ്റ് നോട്ട് ചെയ്യുക. മിൻ അഷ്ഹരി ഖുതുബത്തിഹി, ഇത് പ്രധാനപ്പെട്ടതാണ്. സിയാദ് ഇബ്നു അബീഹിയിൽ നിന്ന് എന്താണ് ചോദിക്കുക എന്ന് ചോദിച്ചാൽ ഇതാണ്. ഖുതുബത്തുൽ ബത്റാ എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്? അതിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് എന്തില്ല, വലൈസ ലഹാ തഹ്മീദ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഹംദില്ല, ബസ്മല, ഹംദും ബിസ്മിയും ഇല്ലാതെ പ്രസംഗം നടത്തിയത് കൊണ്ടാണ് ഖുതുബത്തുൽ ബത്റാ എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. കാരണം ഇത് ചോദിച്ചിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. കാരണം അതുവരെയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഹംദും ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ്. നമ്മൾക്കറിയാലോ, ഞാൻ ഇന്ന് സംസാരിച്ചപ്പോ എന്റെ ഓർമ്മയിൽ ബിസ്മില്ല അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനും ഇന്ന് സംസാരം തുടങ്ങിയത്. എന്നാൽ ഈ ഒരു സിയാദ് ഇബ്നു അബീഹി നടത്തിയിട്ടുള്ള പ്രസംഗം ഹംദും ബിസ്മിയും ഇല്ലാതെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഖുതുബത്തുൽ ബത്റാ എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം അറിയപ്പെടുന്നത്. അത് അദ്ദേഹം നടത്തിയത് എപ്പോഴാണ്? മുആവിയ അദ്ദേഹത്തെ ബസ്റയിലേക്ക് ഗവർണറായിട്ട് അയച്ചപ്പോഴാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. അമ്മാ ബഅദ് ഫഇന്നൽ ജഹാലത്തൽ ജുഹലാ എന്ന വാക്കുകൊണ്ടാണ്, എന്ന വരി കൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. ബിസ്മിയോ ഹംദുമില്ല. അപ്പൊ ഈ പ്രസംഗവും ഖുതുബത്തുൽ ബത്റാ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അദ്ദേഹം 53 ഹിജ്റയില് തോഹൂൻ പ്ലാഗ് ബാധിച്ചുകൊണ്ട് അദ്ദേഹം കൂഫയിൽ മരണപ്പെട്ടു പോവുകയാണ്. നമ്മൾ 3-ാമത്തെ ആളിലേക്ക് നീങ്ങുകയാണ്, സമയമില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹിജ്റ 41 ജനിച്ചു, ഹിജ്റ 95 മരണപ്പെട്ടു പോയി. അദ്ദേഹം ജനിച്ചത് തോയിഫിലാണ്. അദ്ദേഹം ഒരു ഖതീബാണ്, പ്രഭാഷകനാണ്, അതേപോലെ തന്നെ ഒരു ഖായിദ്, അദ്ദേഹം ഒരു നേതാവും കൂടെയാണ്. അദ്ദേഹം അമവിയുടെ നേതാവാണ്. ബനാ മദീനത്തു വാസിത്ത്, കൂഫയുടെയും ബസ്റയുടെയും ഇടയിൽ വാസിത്ത് എന്ന പട്ടണം അദ്ദേഹമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ദഖല കൂഫ, അദ്ദേഹം കൂഫയിലേക്ക് പ്രവേശിക്കുകയും അദ്ദേഹം പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നടത്തുന്നത് കൂഫയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്. ഇനി നോക്കാം നമുക്ക് യാ അഹ്ല കൂഫ, അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം, ഇതിന്റെ പശ്ചാത്തലം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. കൂഫ എന്ന് പറയുന്ന നാട് അത്രത്തോളം അലമ്പായിക്കൊണ്ട് അത്ര കച്ചറയിൽ ജീവിക്കുന്ന സമയത്ത് കൂഫയിലേക്ക് ആരെ നമ്മൾ അയക്കും എന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് അമവി ഭരണാധികാരികൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കൂഫയിലേക്ക് അയക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കൂഫയുടെ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ഇസ്ലാമിക ജീവിതവും ഇല്ല, അത്രയും അലമ്പായിട്ടാണ് ജീവിക്കുന്നത്. കൂഫയുടെ പള്ളിയിലേക്ക് അദ്ദേഹം കയറിയിട്ട് മിമ്പറുമ കയറി. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്, ആദ്യം മുഖം മറച്ചുകൊണ്ടാണ് കയറുക. എന്നിട്ട് കുറച്ചു നേരം മുഖം മറച്ചിങ്ങനെ നിൽക്കും. അതിനുശേഷം ആ മുഖത്ത് നിന്ന് ആ മുഖം മൂടി ഊരിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം തുടങ്ങിയ ഈ വാക്കുകൾ പലപ്പോഴും അദബിൽ മാത്രമല്ല ബലാഗയിലും പല പ്രയോഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബലാഗയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യാ അഹ്ലു കൂഫ, കൂഫക്കാരെ, ഇന്നി ലഅറാ റൂസൻ ഖദ് ഐനാത്, ഞാനിവിടെ കുറെ തലകൾ കാണുന്നുണ്ട്. വഹാന ഖതാഫുവ, അത് പാകമായിട്ടുള്ള തലകൾ കാണുന്നുണ്ട്. വഹാന ഖതാഫുവ, ഞാനത് വെട്ടിമുറിക്കാൻ വന്ന ആളാണ്. ഞാനത് വെട്ടാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കുറെ പഴുത്ത തലകളാണ് ഞാനിവിടെ കാണുന്നത്, ഞാനത് മുറിക്കാൻ വന്ന ആളാട്ടോ എന്ന് അദ്ദേഹത്തെ പറ്റി പറയുന്ന ഡയലോഗ് വളരെ സുന്ദരമാണ്. നോക്കാം നമുക്ക്. ഇനി അദ്ദേഹത്തിന്റെ ലഖബ് ജില്ലാദു ബനി ഉമയ്യ അൽ മുബീർ, ഖതീബുൽ മുലസ്സിം, ഇത് ഖതീബാട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ലഖബുകളുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ചോദിക്കാറില്ല. ഞാൻ എല്ലോയിൽ മെൻഷൻ ചെയ്തതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ കുറെ പ്രത്യേകതകൾ പറയാം.
ആദ്യമായി കൊണ്ട് കഅബയിലേക്ക് എറിഞ്ഞ ആൾ എന്നൊരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. യുദ്ധം വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുന്തം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കഅബയിലേക്ക് എറിയുന്നൊരു രംഗം വരുന്നുണ്ട്. പിന്നെ അവിടെ ആദ്യമായി കൊണ്ട് നുഖൂദ് കൊണ്ടുവന്ന നാണയങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഇനി നോക്കാം, നമുക്ക് ഇന്ത്യയിലേക്ക് നമുക്കറിയാം മുഹമ്മദ് ബിൻ ഖാസിമാണ് ഇന്ത്യയിലേക്ക്, ഉത്തരേന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നത്. മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നത് ഹജ്ജാജ് ബിൻ യൂസഫാണ്. സിന്ധു പ്രവിശ്യ ഉത്തരേന്ത്യ ഭാഗങ്ങളൊക്കെ ഇസ്ലാം കീഴടക്കുന്നത്, ഇസ്ലാം വരുന്നത് പിന്നെ എപ്പോഴാണ്? ഹജ്ജാജിന്റെ സമയത്താണ്. മുഹമ്മദ് ബിൻ ഖാസിമിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഹജ്ജാജ് ബിൻ യൂസഫാണ്. ഇനി പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല ഹുറൂഫിൽ അറബിയ, അറബി അക്ഷരമാലക്ക് ഹറക്കത്ത് നൽകാൻ വേണ്ടിയിട്ട് പിന്നെ കൽപ്പിച്ചത്, ആ കൽപ്പന പുറപ്പെടുവിപ്പിച്ചത് ഹജ്ജാജ് ബിൻ യൂസഫാണ്. അദ്ദേഹം ദരിദ്രനായിട്ട് ജനിക്കുകയും പിന്നെ നേതാവായി കൊണ്ട് മരണപ്പെട്ടു പോവുകയും ചെയ്തു. അദ്ദേഹവും തോഹൂൻ ബാധിച്ചുകൊണ്ട് തന്നെയാണ്, പ്ലാഗ് ബാധിച്ചുകൊണ്ട് തന്നെയാണ് 95 മരണപ്പെട്ടു പോകുന്നത്. നാലാമത്തെ ആളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ടൈം കുറവാണ്. നാലാമത്തെ ആള് തോരിഖ് ബിൻ സിയാദ് ആണ്. തോരിഖ് ബിൻ സിയാദ് അമവി കാലഘട്ടത്തിലെ സൈനിക നേതാവാണ്, ഖത്തീബ് പ്രഭാഷകനാണ്. അദ്ദേഹം അറിയപ്പെട്ട 2 പേരുണ്ട്. അൽ ഫാത്തിഹുൽ ഉന്ദുലുസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ലൈസ് എന്നൊരു പേരുണ്ട്, സാധ്യതയില്ല. ഇനി എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അൽ ഫത്ഹുൽ ഇസ്ലാമിയ ഫിൽ ഉന്ദുലുസ്, സ്പെയിനിൽ ഇസ്ലാം കീഴടക്കിയ ആ സൈന്യത്തെ നമുക്കറിയാം. ഹിജ്റ 92 ഇസ്ലാം സ്പെയിനിൽ എത്തുന്നത്. ആ സൈന്യത്തെ നയിച്ചത് ആരാണ്? തോരിഖ് ബിൻ സിയാദാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന അമവി ഖലീഫയുടെ കാലത്ത് മൂസ ബിൻ നുസൈർ ആയിരുന്നു പിന്നെ ആഫ്രിക്കയുടെ പിന്നെ വാലി, ഗവർണർ. ആ മൂസ ബിൻ നുസൈർ ആണ് തോരിഖ് ബിൻ സിയാദ് എന്ന സൈനിക നേതാവിനെ സൈന്യത്തിന്റെ കൂടെ സ്പെയിനിലേക്ക് പറഞ്ഞയക്കുന്നത്. അസ്ലമ അലാ യദി മൂസ ബിൻ നുസൈർ, ഞാൻ പറഞ്ഞല്ലോ ആഫ്രിക്കയുടെ വാലി മൂസ ബിൻ നുസൈർ. മൂസ ബിൻ നുസൈറിന്റെ കൈകൾ കൊണ്ടാണ് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ആ പ്രസംഗം, ഫേമസ് ആയിട്ടുള്ള ആ പ്രസംഗമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തന്റെ കപ്പലുകളൊക്കെ കത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. കാരണം അവരവിടെ കപ്പലിൽ വന്ന് പിന്നെ ആ ഭൂമിയിൽ, അവിടെ പിന്നെ യൂറോപ്പിന്റെ ഭൂമിയിൽ അവര് വന്നിറങ്ങുകയാണ്. ആ സമയത്ത് അദ്ദേഹം ആളുകൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം വലിയ ഒരു സമൂഹത്തെയാണ് നേരിടാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ സൈന്യത്തിന് അദ്ദേഹം ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന കപ്പൽ ആദ്യം തന്നെ കത്തിച്ചു കളഞ്ഞു. പിന്നെ ഞാനും തിരിച്ചു പോകില്ലല്ലോ, തിരിഞ്ഞോടാൻ മാർഗമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പില് പിന്നെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായ സമൂഹമാണ്, ബാക്കിലാണെങ്കിൽ കടയുമാണ്, ഈ നിലയിലാണ് ജനങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളെ ഓടിപ്പോവുക? നിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്, ബാക്കിൽ കട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് പിന്നെ വിജയിച്ചടക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതന്നെ പറയാനുള്ളത്. 24 PSC വരുന്നത്, വേറെ ഓപ്ഷൻ ഇല്ല. അതിജയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ഒരേ മാർഗം. പിന്നെ തന്നെയാണ് പിന്നെ നമുക്കും നിങ്ങളോട് പറയാനുള്ളത്. അവസാനത്തെ ആളിലേക്ക് പോവുകയാണ് നമ്മൾ. ായ 4 ആളുകൾ ചെയ്തു, 4 ആളുകൾ, 3 ആളുകൾ പ്രഭാഷകരായിട്ടുള്ള 4 ആളുകളെ പൂർത്തിയാക്കിയിട്ട് ഒരാൾ മാത്രമാണ് നമ്മളുടെ മുമ്പിൽ. ഒരാളുമുണ്ട്, 2 മിനിറ്റുമുണ്ട്. ശ്രദ്ധിച്ചു. അബ്ദുൽ ഹമീദ് ഹിജ്റ 132 മരണപ്പെട്ടു പോവുകയും ചെയ്തു. അബ്ദുൽ ഹമീദ് ബിൻ യഹ്യ അൽ കാത്തിബ് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പേര്. സൗണ്ട് ഓഡികളാണ് സ്ക്രീനിൽ കാണുന്നത് എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹം ജനിച്ചത് അൻബാറിലാണ്. അദ്ദേഹം ഫാർസിയ അസുരാണ്. അദ്ദേഹത്തിന്റെ കുടുംബ പാരമ്പര്യമൊക്കെ എത്തി നിൽക്കുന്നത് ഫാർസിയിലേക്കാണ്, തുർക്കിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ ലഖബ് ഉസ്താദുൽ മുത്തസ്സിലീൻ. ഈ രാജാക്കന്മാർക്കിടയിലുള്ള റസാനിൽ എഴുതുന്ന ഡ്യൂട്ടി എടുക്കുന്ന ആളാണ് അബ്ദുൽ ഹമീദ്. ഇത്രയും കാലം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്ഥലത്തും പിന്നെ പുസ്തകം എഴുതി കിതാബത്തില്ല.